വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു മീറ്റപ്പ് വ്ളോഗും ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കോളേജ് മേറ്റ്സ്, അതായത് ചിന്മയ കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി കണ്ണൂരിൽ നിന്ന് തന്നെ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ടു തളിപ്പറമ്പ് പഴയങ്ങാടി ഏഴിലോം എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ചേഞ്ചൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കണ്ണൂർ തന്നെ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. ഇനി അടുത്തൊരു ടൂറ് നമുക്ക് ട്രാവലറൊക്കെ പിടിച്ച് കുറച്ച് ദൂരെ പോകണമെന്നൊക്കെ ഉണ്ട്. നടക്കുമോയെന്നൊന്നും അറിയില്ല, കാരണം ഇതും ഒരു സഡൻ പ്ലാൻ ആയിരുന്നു കേട്ടോ. പക്ഷേ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. വളരെയേറെ ഹാപ്പി ആയ ഒരു വ്ളോഗാണിത്. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴും ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയോടെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും, അതായത് നമ്മൾ റിലേറ്റീവ്സ് ആയാലോ അല്ല ഹസ്ബൻഡ്സ് ആയാലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മൾ ഒത്തുകൂടുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വൈബാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബാക്കി എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഭയങ്കര ഹാപ്പി ആയ ഒരു ഡേ ആയിരുന്നു അത്. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ് അതിൻ്റെ അകത്ത് വരാൻ പറ്റാണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി, അപ്പോൾ സ്കൂട്ടിയിൽ വന്ന കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ നേരെ ടൂറിസ്റ്റ് പ്ലേസിലോട്ടേക്ക് പോവാണ്. ആ ഫ്രണ്ടിലുള്ള ബ്ലാക്ക് സൽവാർ ഇട്ട സജു ആണ്. സജു ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അങ്ങനെ സജുവിൻ്റെ കൂടെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രഞ്ജു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ തന്നെ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. അത് അങ്ങ് കാണുന്നില്ലേ ദൂരെ, ആ കാണുന്നതിലാണ് നമ്മളെ പ്ലേസ്. അതിലോട്ട് നമ്മൾ ഈ പുഴേൻ്റെ നടുവിലോട്ട് ഇങ്ങനെ ഒരു വേ ഉണ്ടായിരുന്നു, അതിലൂടെയാണ് പോവേണ്ടത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശ. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, വെൽക്കം ടു ഏഴിലം ടൂറിസ്റ്റ് പ്ലേസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. സജ്നയുടെ പിന്നെ സെലക്ഷൻ ആയിരുന്നു ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് കയറിയ ഉടനെ നമുക്കൊരു വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് മുകളിലുള്ള സ്പേസാണ്. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50-80 പേർക്കൊക്കെ നന്നായിട്ട് നല്ലൊരു ചെറിയൊരു പാർട്ടിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെ മുകളിലുണ്ട്. താഴെയുണ്ട്, പക്ഷേ ഫുഡ് കഴിക്കാനുള്ള പിന്നെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും താഴെയും ആൾക്കാർക്കൊക്കെ ഇരിക്കാം, കുട്ടികൾക്ക് കളിക്കാനായാലും പിന്നെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, കുറച്ച് ഒരു ഉള്ളിലോട്ടാണെങ്കിൽ കൂടി നമുക്കൊരു മനസ്സിലൊരു പീസ്ഫുൾ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് അവിടെ. അപ്പോൾ മേലെ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് കയറിയ പാടനെ നമുക്ക് ചെറിയൊരു എന്താ പറയുക, സ്റ്റാർട്ടിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പറയണമല്ലോ. അതായത് ജസ്റ്റ് ഒരു 2-3 വേർഡ്സ് പറയാൻ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ എന്തൊക്കെ ഷോ ഇടുന്നുണ്ട്, പക്ഷേ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് സജു പറയുന്നുണ്ട്, സജുവിൻ്റെ വക 2 വാക്ക്. അപ്പോൾ സജുവിന് ഭയങ്കര ഹാപ്പിയായി, കാരണം സജു പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് പിന്നെ ഇവിടെ എത്തിപ്പെട്ടതൊക്കെ സജു കാരണമാണ്. അങ്ങനെ ആൾ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും ബത്തക്കയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പെർ ഹെഡ് ഒരാൾക്ക് വരുന്നത് 540 ആണ് നമുക്ക് വന്നത് റേറ്റ് എന്ന് പറയുന്നത്. അതിൽ ഇതൊക്കെ ഇൻക്ലൂഡാണ്, അതായത് വെൽക്കം ഡ്രിങ്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെ പീസായിട്ട് നമുക്ക് ബത്തക്ക മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചോറും നല്ല അടിപൊളി സദ്യ, അതായത് പുഴമീനിൻ്റെ ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫുള്ള് റീൽസിൻ്റെ വൈബിലോട്ട് അങ്ങോട്ട് പോയേ. നമ്മൾ ആദ്യം ഇങ്ങനെ പോകുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു 1 വീക്കേ ആയുള്ളൂ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട്. അപ്പോഴത്തേനും ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, നമുക്കിത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 4-5 വീഡിയോസ് എടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഗൈസ്. അതൊക്കെ ഞാനിങ്ങനെ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതിലേട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളൊരു അന്താക്ഷരിയൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറയുന്നതില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെയോ അല്ല നമ്മുടെ ഫാമിലീസിനെയോ ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, കാരണം ആ ഒരു വൈബ് വേറെ തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണല്ലേ ഗൈസ്.
അങ്ങനെ നമ്മൾ വൻപിച്ച അന്താക്ഷരിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ടീമാക്കിയിട്ടാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരോ അക്ഷരം വരുമ്പോൾ പറയും ഓ മായോ, മാനെക്കൊണ്ട് ഇഷ്ടം പോലെ പാട്ടില്ല, പക്ഷെ പാടാൻ നോക്കുമ്പോൾ മായും ഇല്ല കായും ഇല്ല ഒന്നും കിട്ടാത്തൊരവസ്ഥയിലോട്ടൊക്കെ വരും. അങ്ങനെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാടുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല, കാരണം നമ്മൾ നമ്മുടേതായ ലോകത്തിലാണുള്ളത്. പക്ഷെ നമ്മുടെ സോങ്സൊക്കെ ശ്രദ്ധിക്കുന്ന കുറച്ച് പേര് നമ്മുടെ തൊട്ട് സൈഡിലായിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ആ ഒരാൾ ഞാനിപ്പോൾ കാണിച്ചു കേട്ടോ നിങ്ങളുടെ മുന്നിൽ. ആക്ച്വലി നമ്മൾ പാടുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആൾക്ക് നമ്മളൊരു പാട്ടിൽ വല്ലാതെ ഇമോഷണലായി. ആ ആളാണിത്. അപ്പോൾ ഇരയിമ്മൻ തമ്പിയുടെ ആ പാട്ട് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശ്രീലങ്കയിൽ പോയിട്ട് കുറേ കാലം നിന്നല്ലോ. അപ്പോൾ ഇവളുടെ പാതിവൃത്യം തെളിയിക്കണം, അല്ലെങ്കിൽ നീ പതിതയാണ്. അപ്പോൾ നമ്മളെ മുത്തലാഖ് പോലെ തന്നെ പറഞ്ഞു, ഏതോ ഒരു വിഴുപ്പലക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞത് രാജാവിൻ്റെ ചെവിയിലെത്തിയിട്ടാണ് പറയുന്നത്. പിന്നെ ഈ ലവകുശന്മാരെ ഈ സീത തനിച്ചാണ് വളർത്തുന്നത്. ഒരു മുനിയുടെ ആശ്രമം ധർമ്മശാലയിൽ. അപ്പോഴും ഈ സീത മക്കളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല അതിനോട് പാടും. അടുത്ത ലൈനാണ് ഏറ്റവും രാജാവായി തീരും. മക്കളോട് പറയുന്നത് നിങ്ങൾ ബൈ ട്രഡീഷൻ ഒരു കാലത്ത് രാജാവ്, അപ്പോഴും കണ്ടോ ഗൈസ്, അദ്ദേഹം പറഞ്ഞു തന്നത് ഭയങ്കര ഇമോഷണലി ആയിട്ടാണ് ആ ഒരു സ്റ്റോറി പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതൊക്കെ ഡോക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് സജു ഷേക്കാനൊക്കെ കൊടുത്തു അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു പാട്ട് പാടുന്ന സമയത്ത് അതിൻ്റെ പിന്നാമ്പറൊന്നും നമ്മൾ ആലോചിച്ചതേ ഇല്ല കേട്ടോ. പക്ഷേ ആ ഡോക്ടർ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് നല്ലൊരു സ്റ്റോറി പോലെയാണ് പറഞ്ഞു തന്നത്. അത് കേൾക്കാൻ തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു ആ സാറ് പറഞ്ഞു തന്ന സമയത്ത്. കൂടാതെ അദ്ദേഹം പറയുന്ന സമയത്ത് ആൾ ഭയങ്കര ഇമോഷണലായിട്ടാണ് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ഫീലിങ്സ് കിട്ടിയിട്ടോ ഞങ്ങളുടെ പാട്ട് കേട്ടിട്ട്. ആ ഒരാൾ ഞങ്ങളുടെ പാട്ട് കേട്ടിട്ട് ഇത്രയും ഫീലിങ്സൊക്കെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഇല്ലേ, ഞങ്ങളുടെ മനസ്സും നിറഞ്ഞു, ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഇതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അവർ നമുക്കൊരു ഓഫറും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർ ബോട്ട് റൈഡിന് പോകുമ്പോൾ നിങ്ങൾ എക്സ്പെൻസ് ഒന്നും കൊടുക്കണ്ട, ഞങ്ങളുടെ എക്സ്പെൻസിൽ തന്നെ നിങ്ങളും കൂടി വരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് 2 ഫ്രണ്ട്സും കൂടി പിന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു, അവരെ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കൂടെ നമുക്ക് ബോട്ട് റൈഡ് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ തന്നെ തനിയെ പോവുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൊടുത്തോളാം, അതിൻ്റെ ബോട്ട് റൈഡിൻ്റെ ക്യാഷൊക്കെ കൊടുത്തോളാം, നിങ്ങൾ എന്തായാലും ബോട്ട് റൈഡ് നടത്തണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു പാട്ടിലൂടെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ബോട്ട് റൈഡും കിട്ടി. അതുപോലെ തന്നെ ഇതാ ഇവിടെ നല്ല അടിപൊളി ചോറും പിന്നെ ചെമ്മീൻ കറിയും സാമ്പാറും കരിമീൻ പൊരിച്ചതും പിന്നെ ഇതാ മോര്, വറവ്, കൂട്ടുകറി, പച്ചടി, നല്ല അടിപൊളി സദ്യ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. ബിക്കോസ് ആ ഒരു പുഴ മത്സ്യത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ, നമ്മൾ എപ്പോഴും കഴിക്കുന്ന പോലെയല്ലല്ലോ. പിന്നെ ഇതാ പ്രഥമൻ പായസം ഉണ്ടായിരുന്നു. അവിടുത്തെ എല്ലാവരും അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതുവരെ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്, എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്.
അങ്ങനെ ഗൈസ് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ മാത്രമല്ല അവിടെ ഉണ്ടായത്, 3 ടീംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് നമ്മുടേതായ ഭാഗത്ത് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അവരെ കൊണ്ടായാലും, കാരണം അത്രയും സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ്സ് ആയാലും പിന്നെ സന്തോഷേട്ടനായാലും എല്ലാവരും ഞങ്ങളടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഉണ്ടായത്. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ സൂപ്പർബാണ്. അങ്ങനെ നമ്മൾ ഫുൾ എൻജോയ് ചെയ്തിട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ ഗംഭീര മ്യൂസിക്കൽ ചെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുള്ളും ടയേർഡായി പോയിട്ടാ. താഴെ വന്നപ്പോഴത്തേനും നമുക്ക് ഐസ്ക്രീംസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഐസ്ക്രീംസിന് സെപ്പറേറ്റ് ആണ് ക്യാഷ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് ചായയും പഴംപൊരിയും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം ചായയും ചൂട് പഴംപൊരി എടുത്തു. അപ്പോൾ അതിന് മുന്നേ ഐസ്ക്രീം എടുത്തവർ പഴംപൊരിയും ഐസ്ക്രീമും ഒരുമിച്ച് കാണിച്ച് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പൈസയൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോട്ട് റൈഡിലോട്ടേക്ക് പോകാൻ പോകുന്നത്. ഹണീൻ്റെ അങ്ങനെ നമ്മൾ ബോട്ട് റൈഡിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അവർ കുറേ ടൈമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല ഇവർ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി അങ്ങനെ അടിപൊളി ഒരു റൈഡും കിട്ടി. ഹൃദയവാതിൽ നാം തുറന്നേ, പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ, എന്നും ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. കണ്ണുകളിൽ ഞാൻ കാണുന്നെൻ്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെൻ്റെ സ്വരം. സ്നേഹമേ നീ കുടനിവർത്തി, പൊൻവസന്തം നീ വിടർത്തി, മൗനമായും നെഞ്ചിനുള്ളിൽ ആ സുഗന്ധം നീ പരത്തി. നിന്റെ കാണാത്ത കനവെൻ്റെ കവിളിൽ തൊട്ടു, എന്നിൽ മായാത്ത സ്വപ്നം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ചെറിയ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് തന്നെ ഒരു 200 റുപ്പീസിൻ്റെ ഉള്ളിലുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറുങ്ങനെ എല്ലാവരുടെ പേരും എഴുതിയിട്ട് നറുക്കിട്ടിട്ട് ആ ആളുടെ പേര് വെച്ചിട്ട് 2 ഡയലോഗ് പറയുകയും ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് നമുക്ക് ഗിഫ്റ്റ് കൈമാറുകയും ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം വെക്കുന്നതിൽ കൂടി അവർ എന്താണോ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫോർഡബിൾ റേറ്റിലുള്ള ഗിഫ്റ്റ് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 200 റുപ്പീസിൻ്റെ ഉള്ളിലുള്ളത് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെറിയ ചെറിയ റേറ്റില്ല. പക്ഷേ നമുക്ക് ചെറിയ റേറ്റ് എന്നല്ല, അത് ആ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കൈമാറുന്നതും അതൊരു നമ്മളൊരു മെമ്മറീസാണ്. സത്യമല്ലേ? കാരണം ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ നല്ലൊരു മെമ്മറബിൾ മൊമെൻ്റായിട്ട് മാറും നമുക്ക് ആ ഒരു നിമിഷം. അങ്ങനെ എല്ലാവരും കൂടി ഗിഫ്റ്റൊക്കെ കൈമാറി